സോ ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആർബിട്രം പവർ ചെയ്യുന്ന ഡെക് ചെയിൻ എന്ന് പറഞ്ഞ പ്രൊജക്ടിനെ പറ്റിയാണ്. സോ ആർബിട്രം നമുക്കറിയാവുന്ന പോലെ തന്നെ, അതായത് എത്തേരിയത്തിന്റെ ഒരു ലെയർ 2 ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ആർബിട്രം എന്ന് പറഞ്ഞത്. സോ അവർ എത്തേരിയം വിട്ടിട്ട് അവർ ടോൺ ബ്ലോക്ക് ചെയിനിൽ അവർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ഡെക് ചെയിൻ എന്ന് പറഞ്ഞത്. സോ നമുക്കിവിടെ കാണാൻ സ്റ്റാർട്ട് ആയിട്ട് 2-3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഇത് ജോയിൻ ചെയ്യാൻ ലിങ്ക് നമ്മുടെ ടെലിഗ്രാം ചാനലും അതുപോലെ നമ്മൾ ബയോയിലും കൊടുത്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ഉള്ള എന്തായാലും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നമ്മളെല്ലാ അപ്ഡേറ്റ്സും വരെ നമ്മൾ ടെലിഗ്രാം ചാനലായിരിക്കും നമ്മൾ ആദ്യം അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ എന്തായാലും ടെലിഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്ത് വെക്കുക. സോ ലിങ്കിൽ ടാപ്പ് ചെയ്ത് നമ്മൾ ബോട്ട് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇന്റർഫേസിലേക്കായിരിക്കും വരുന്നത്. നമുക്കിവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓരോ ഡെയിലി ചെക്കിനുണ്ട്, പിന്നെ ലൈക്ക് റീട്വീറ്റ്, അങ്ങനെ ഓരോരോ സോഷ്യൽ ടാസ്കുകൾ ചെയ്യാനുണ്ട്. പിന്നെ അല്ലാണ്ട് നമുക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യേണ്ട നമുക്ക് അങ്ങനെ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. സോ ഇത്രയൊക്കെയുള്ള ബേസിക്കലി പോയിന്റ്സ് ഏൺ ചെയ്യാനുള്ള വഴികൾ എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ട് നമ്മൾ ഈ ഡെക് ചെയിൻ എയർഡ്രോപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം, ടോൺ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബൂമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. സോ അതിനുള്ളിൽ തന്നെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ലൈക്ക് EVM കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂസ് ഒക്കെ അതിനുണ്ട്. അപ്പം ഡെക് ചെയിൻ EVM എന്ന് പറഞ്ഞാൽ നമുക്ക് വായിച്ച് നോക്കി കാണാൻ പറ്റും. അതായത് ആ ഗ്യാപ്പ് നമ്മൾ ബ്രിഡ്ജ് ചെയ്തിട്ട് നമുക്ക് മൊത്തത്തിലുള്ള എക്കോസിസ്റ്റത്തിന്റെ ഗ്രോത്തിന് വേണ്ടി നമുക്ക് സഹായിക്കുന്ന ഒരു പ്രൊജക്ട് ആണ് ഈ ഡെക് ചെയിൻ എന്ന് പറഞ്ഞത്. സോ നല്ല രീതിയിൽ ഒരു ഫ്യൂച്ചർ ഉള്ള ഒരു പ്രൊജക്ട് ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കുറച്ച് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. സോ താല്പര്യമുള്ള എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.